വാദസംബന്ധമായ അസുഖത്തിൽ എന്തുകൊണ്ട് ഫോളോ അപ്പ് ഇമ്പോർട്ടൻറ്റ്? ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് പിന്നെയും റിപ്പീറ്റഡ്ലി ഡോക്ടറെ കാണാൻ വരേണ്ടത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? വാദസംബന്ധമായ എല്ലാ പേഷ്യൻസിലും ആദ്യം തന്നെ നമ്മൾ ഹൈ ഡോസുകളിൽ മരുന്ന് കൊടുക്കുന്നില്ല. ആദ്യം ചെറിയ ഡോസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മീഡിയം ഡോസിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത് ഗ്രാജുവലി ഹൈക്ക് ചെയ്യും. സോ ഓരോ പ്രാവശ്യം രോഗം നിർണ്ണയിക്കുകയാണ്, രോഗത്തിൻ്റെ അസുഖത്തിൻ്റെ അളവ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ ഈ പാരാമീറ്റേഴ്സൊക്കെ നോക്കിയിട്ടാണ് ഡോസ് ഇടുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ചെറുപ്പക്കാർക്ക് ഡോസ് വ്യത്യാസം ഉണ്ടാവാം, പ്രായമുള്ളവർക്ക് ഡോസ് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് നമ്മൾ അസുഖം കുറഞ്ഞു വരുമ്പോൾ ഒരു സ്റ്റേബിളായ ഫേസ് വരുമ്പോൾ നമുക്ക് ഡോസുകൾ കുറയ്ക്കാനും പറ്റും. അതേപോലെ തന്നെ ചിലതരം മരുന്നുകൾ, സ്റ്റിറോയിഡ്സ് പോലത്തെ മരുന്ന് ലോ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യും, വേദനയും പെട്ടെന്ന് നീര് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ മരുന്നുകൾ എന്നും കാലാകാലങ്ങളായി എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ട് നിർത്തേണ്ടതുണ്ട്. ചിലവർ അങ്ങനത്തെ മരുന്നുകൾ അതിലാണ് പെട്ടെന്ന് വേദന കുറയുന്നത്, അത് ഡോക്ടറുടെ സൂപ്പർവിഷൻ ഇല്ലാതെ തെറ്റായി എടുക്കും. എന്നാൽ അതേസമയത്ത് വാദസംബന്ധമായ അസുഖം സ്ഥിരമായി എടുക്കില്ല, അത് കിഡ്നി പോകും, ലിവർ പോകും എന്ന് വെച്ചിട്ട്. നമ്മൾ വാദസംബന്ധമായ മരുന്നുകൾ കൃത്യമായി എടുക്കണം. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ശരിക്കും ബ്ലഡ് ഇതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് വേണം എടുക്കാൻ. സോ ഫോളോ അപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുറച്ച് കഴിയുമ്പോൾ ഡിസീസ് സ്റ്റേബിൾ ആകുമ്പോഴും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡോസ് കുറച്ചിട്ട് വളരെ മിനിമം ഡോസിലേക്ക് ആക്കാൻ പറ്റും. ആ മിനിമം ഡോസിലാക്കുമ്പോഴും പേഷ്യൻ്റ് എപ്പോഴെങ്കിലും ഒരു രോഗസാധ്യതകൾ കൂടുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് കൂടുന്നുണ്ടോ എന്നുള്ളത് ഡോക്ടർ പറയുന്ന അളവിൽ കാണാൻ പോകേണ്ടതാണ്.